അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന കഥ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ചരിത്രമാണ്. ഇത് വെറും കഥയല്ല, അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല കഥയായിട്ട് അറിയപ്പെടുന്ന ഒരു സംഭവമാണ്. നമ്മുടെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടും അദ്ദേഹത്തിന്റെ ക്ഷമയും അവസാനം അല്ലാഹു കൊടുത്ത സമ്മാനവും ഇതൊക്കെ നമുക്ക് വെറുതെ കേട്ടിരിക്കാനുള്ളതല്ല. ഈ കഥയിൽ നിന്നും ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. എങ്കിൽ ഞാൻ പതിയെ കഥയിലേക്ക് കടക്കാം. പണ്ടൊരു കാലത്ത് കനാൻ എന്ന് പറയുന്ന നാട്ടിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട പ്രവാചകനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്നു. വലിയ തൗഹീദും തഖ്വയുമുള്ള മനുഷ്യനായിരുന്നു യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബിക്ക് ഒരുപാട് മക്കളുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം കണ്ണിന്റെ കരളായിട്ട് ജീവന്റെ ജീവനായിട്ട് കണ്ടത് നമ്മുടെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ അനിയൻ ബിനിയാമിനെയുമായിരുന്നു. യൂസുഫ് നബി ആണെങ്കിൽ കാണാൻ നല്ല സൗന്ദര്യവും നല്ല സ്വഭാവമുള്ള കുട്ടിയായിരുന്നു. ആര് കണ്ടാലും ഇഷ്ടം തോന്നിപ്പോകും. അങ്ങനെ ഒരു രാത്രിയിൽ യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കണ്ടു. ഒരു സാധാരണ സ്വപ്നമല്ല, വലിയൊരു സ്വപ്നം. അദ്ദേഹം ഓടിച്ചെന്ന് ഉപ്പയായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് പോയി പറഞ്ഞു, ഉപ്പ, ഞാനൊരു സ്വപ്നം കണ്ടു. അത് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. 11 നക്ഷത്രങ്ങൾ, അതുപോലെ സൂര്യനും ചന്ദ്രനും, അവരൊക്കെ എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് കാര്യം അപ്പോൾ തന്നെ മനസ്സിലായി. ഇത് ചെറിയൊരു കുട്ടി കാണുന്ന സ്വപ്നമല്ല, അള്ളാഹു ഇവനെ വലിയൊരു സ്ഥാനത്തേക്ക് എത്തിക്കും. യാക്കൂബ് നബി അലൈഹിസ്സലാം മോനെ ചേർത്തു പിടിച്ച് എന്നിട്ട് പറഞ്ഞു, മോനെ യൂസുഫേ, ഈ സ്വപ്നം നീ വേറെ ആരോടും പറയരുത്, പ്രത്യേകിച്ച് നിന്റെ ജ്യേഷ്ഠന്മാരോട്. അവർ വല്ല ചതിയും ചെയ്യും. കാരണം ശൈത്താൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ കാര്യത്തിൽ എപ്പോഴും കുഴപ്പമുണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. കാരണം യാക്കൂബ് നബി അലൈഹിസ്സലാമിന് യൂസുഫ് നബിയോടുള്ള ഇഷ്ടക്കൂടുതൽ അദ്ദേഹത്തിന്റെ മറ്റ് ജ്യേഷ്ഠന്മാർക്ക് അസൂയ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പാക്ക് ഞങ്ങളെക്കാളും ഇഷ്ടം ഇവനോടാ എന്നവർ പരസ്പരം പറഞ്ഞു നടക്കും. ഈ ജ്യേഷ്ഠന്മാരെല്ലാം ചേർന്ന് ഒരു ദിവസം ഒറ്റക്കെട്ടായി കൂടി. അവർ തമ്മിൽ പറഞ്ഞു, നമ്മളാണ് ഇത്രയും ആണുങ്ങൾ, എന്നിട്ടും ഉപ്പാക്ക് നമ്മളെക്കാളും ഇഷ്ടം ആ കൊച്ചു പയ്യ യൂസുഫിനെയാണ്. ഇങ്ങനെ നടന്നാ പറ്റൂല. ഒന്നെങ്കിൽ നമ്മൾ ഇവനെ ഇവിടുന്ന് വല്ല ദൂരത്തുള്ള നാട്ടിലേക്കും കളയണം, അല്ലെങ്കിൽ ഇവനെ കൊന്നു കളയണം. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഉപ്പാന്റെ ഇഷ്ടം കിട്ടും, പിന്നെ നല്ല മക്കളായിട്ട് ജീവിക്കാൻ പറ്റും. അതിലൊരാൾ പറഞ്ഞു, കൊല്ലണ്ട, അത് വലിയ പാപമാണ്. അതിലും നല്ലത് ആരുമില്ലാത്ത ഒരു കിണറ്റിലേക്ക് ഇവനെ ഇട്ടാലോ. വല്ല വഴിയാത്രക്കാരും ഇവനെ കണ്ടെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോവട്ടെ, നമ്മുടെ ഉപ്പാക്ക് ഇവനൊരു പ്രശ്നമില്ലാതാവില്ലേ. അങ്ങനെ അവർ ഒരു പ്ലാൻ ഇട്ടു. നേരെ ഉപ്പാന്റെ അടുത്ത് ചെന്നു. ഉപ്പാ, ഞങ്ങൾ എല്ലാവരും കൂടി നാളെ സ്ഥലത്ത് പോവാണ്. ഞങ്ങളെ കൂടെ യൂസുഫിനെ അയച്ചൂടെ? അവന് കളിക്കാനും ചിരിക്കാനും ഒരാശ്വാസമാവില്ലേ. ഞങ്ങളെ നല്ലോണം നോക്കിക്കോളൂ, ഒട്ടും പേടിക്കണ്ട. യാക്കൂബ് നബിക്ക് അത് കേട്ടപ്പോൾ നല്ല പേടി തോന്നി. വേണ്ട മക്കളെ, യൂസുഫ് ഇല്ലാത്തൊരു സങ്കടം എനിക്ക് താങ്ങാൻ പറ്റില്ല. നിങ്ങളെങ്ങാനും കളിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോയാൽ അവനെ വല്ല ചെന്നായിയും പിടിച്ചാലോ? ഓ ഉപ്പാ, ഇത്രയും ആണുങ്ങളായ ഞങ്ങളുള്ളപ്പോൾ ഒരു ചെന്നായിയോ? നിങ്ങൾ വെറുതെ പേടിക്കാതിരിക്കെ, ഞങ്ങൾ ഉറപ്പു തരുന്നു, ഇവൻ ഒരു പോറൽ പോലും ഏൽക്കില്ല. അങ്ങനെ ഉപ്പാന്റെ വാത്സല്യം കാരണം യൂസുഫ് നബി അലൈഹിസ്സലാം അവരുടെ കൂടെ പറഞ്ഞയച്ചു. ഉപ്പയുടെ കണ്ണ് വെട്ടിച്ചതും ജ്യേഷ്ഠന്മാർ തനി സ്വഭാവം കാണിച്ചു. അവർ നേരെ ആളൊഴിഞ്ഞ ഒരു കിണറ്റിന്റെ അടുത്തെത്തി. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിടിച്ച് അദ്ദേഹത്തിന്റെ കുപ്പായം ഊരിയെടുത്ത് കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. പാവം യൂസുഫ് നബി അലൈഹിസ്സലാം പേടിച്ച് കരഞ്ഞുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ അല്ലാഹു യൂസുഫ് നബിക്ക് ഒരു സന്ദേശം കൊടുത്തു. നീ പേടിക്കണ്ട, ഒരു ദിവസം നിന്റെ ജ്യേഷ്ഠന്മാർ നിന്നോട് ചെയ്ത ഈ കാര്യത്തെക്കുറിച്ച് അവർ അറിയാത്ത സമയത്ത് അവരെ ഓർമ്മിപ്പിക്കും. അല്ലാഹു നിന്റെ കൂടെയുണ്ട്. കിണറ്റിലിട്ട് അവർ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. രാത്രി ആയപ്പോൾ അവർ ഉപ്പാന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് ചെന്നു. ഉപ്പാ, ഞങ്ങൾ കളിക്കാനൊക്കെ പോയപ്പോൾ യൂസുഫിനെ ഞങ്ങളുടെ സാധനങ്ങളുടെ അടുത്ത് നിർത്തിയിട്ട് പോയിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഒരു ചെന്നായ അവനെ പിടിച്ചു തിന്നു. സത്യം തെളിയിക്കാൻ വേണ്ടി യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായം എടുത്ത് കാണിച്ചു കൊടുത്തു. പക്ഷേ കുപ്പായത്തിൽ ഒരു തുള്ളി ചോരയില്ല. യാക്കൂബ് നബിക്ക് അപ്പൊ തന്നെ കാര്യം മനസ്സിലായി. ഓ, ഇത് ചെന്നായ തിന്നതല്ല, നിങ്ങൾ എന്തോ വലിയ കളവ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ അല്ലാഹുവിൽ ക്ഷമയോടെ കാത്തിരിക്കും. അങ്ങനെ യൂസുഫ് നബിയുടെ കാര്യം ഓർത്ത് കരഞ്ഞ് യാക്കൂബ് നബിയുടെ കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങനെ കിണറ്റിൽ കിടന്ന യൂസുഫ് നബിയെ കുറച്ചു കഴിഞ്ഞപ്പോൾ അതുവഴി പോയ ഒരു യാത്രാ സംഘം കണ്ടു.
അവർ യൂസുഫ് നബിയെ കിണറ്റീന്ന് വലിച്ചെടുത്ത് ഒരടിമയെ കിട്ടിയ സന്തോഷത്തിൽ അവർ നേരെ ഈജിപ്തിലേക്ക് പോയി. അവിടെ യൂസുഫ് നബിയെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. അങ്ങനെ യൂസുഫ് നബിയെ വാങ്ങിയത് ഈജിപ്തിലെ മന്ത്രിയായിരുന്ന അൽ അസീസ് ആണ്. അൽ അസീസ് തന്റെ ഭാര്യയോട് പറഞ്ഞു, ഇവൻ നല്ല കുട്ടിയാണ്, നമുക്ക് ഇവനെ ഒരു മകനെ പോലെ വളർത്താം, അല്ലെങ്കിൽ നല്ലൊരു ജോലിക്കാരനായിട്ടെങ്കിലും ഇവനെ നോക്കാം. കൊട്ടാരത്തിൽ യൂസുഫ് നബി വളർന്നു വലുതായി. അള്ളാഹു അദ്ദേഹത്തിന് നല്ല അറിവും നല്ല ചിന്താശേഷിയും കൊടുത്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ യൂസുഫ് നബി കാണാൻ നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരനായി മാറി. ഭംഗി എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയുള്ള ഒരാളെ അതുവരെ ആരും കണ്ടിട്ടില്ലായിരുന്നു. അത് കണ്ട അൽ അസീസിന്റെ ഭാര്യ സുലൈഖയ്ക്ക് യൂസുഫ് നബിയോട് ഇഷ്ടം കൂടി. അതൊരു നല്ല ഇഷ്ടമായിരുന്നില്ല, തെറ്റായ ഇഷ്ടമായിരുന്നു. സുലൈഖ യൂസുഫ് നബിയെ വഴിതെറ്റിക്കാൻ പലതും ചെയ്തു. ഒരു ദിവസം എല്ലാ വാതിലുകളും അടച്ചിട്ട് സുലൈഖ യൂസുഫ് നബിയുടെ അടുത്തേക്ക് വന്നു. യൂസുഫേ, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, എൻ്റെ കൂടെ കൂടാമോ? യൂസുഫ് നബി അപ്പോൾ തന്നെ അള്ളാഹുവിനെ ഓർത്തു. അള്ളാഹു കാക്കട്ടെ, എൻ്റെ യജമാനൻ എന്നെ നല്ല രീതിയിൽ ഇവിടെ പാർപ്പിച്ചു. ഞാൻ എങ്ങനെയാണ് അവരോട് ചതി കാണിക്കുക? ഈ ഒരു തെറ്റ് ചെയ്താൽ ഞാൻ അക്രമികളിൽ പെട്ടുപോവില്ലേ? യൂസുഫ് നബി ഓടി രക്ഷപ്പെടാൻ നോക്കി. സുലൈഖ യൂസുഫ് നബിയുടെ കുപ്പായത്തിന്റെ പിന്നിൽ പിടിച്ചു വലിച്ചു. അതോടെ കുപ്പായം കീറിപ്പോയി. അതേ സമയത്ത് അൽ അസീസ് വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. സുലൈഖ ഇത് കണ്ടതും ഒറ്റയടിക്ക് കള്ളം പറഞ്ഞു, ഇവൻ എന്നെ ഉപദ്രവിക്കാൻ നോക്കി, ഇവനെ പിടിച്ച് ശിക്ഷിക്കണം, അല്ലെങ്കിൽ തടവിലിടണം. യൂസുഫ് നബി പറഞ്ഞു, അല്ല യജമാനെ, അവരാണ് എന്നെ പ്രേരിപ്പിച്ചത്. ഞാൻ ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ അവർ എൻ്റെ കുപ്പായം പിടിച്ചു വലിച്ചു. അൽ അസീസ് ആശയക്കുഴപ്പത്തിലായി. അപ്പോൾ തന്നെ സുലൈഖയുടെ ബന്ധത്തിലുള്ള ഒരു വീട്ടുകാരി പറഞ്ഞു, നിങ്ങൾ യൂസുഫിന്റെ കുപ്പായം നോക്ക്. കുപ്പായം മുന്നിൽ നിന്നാണ് കീറിയതെങ്കിൽ യൂസുഫാണ് തെറ്റുകാരൻ, പിന്നിൽ നിന്നാണ് കീറിയതെങ്കിൽ യൂസുഫ് ഓടി രക്ഷപ്പെടാൻ നോക്കിയതാണ്, അവരാണ് തെറ്റുകാരി. നോക്കിയപ്പോൾ കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയത്. അൽ അസീസ് ഭാര്യയോട് പറഞ്ഞു, ഇതൊക്കെ നിന്റെ ചതിയാണ്, നീ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കോ. എന്നാലും ഈ സംഭവം ഈജിപ്തിലെ നാട്ടുകാർക്കിടയിൽ വലിയ ചർച്ചയായി. കൊട്ടാരത്തിലെ പണക്കാരിയായ സുലൈഖ അടിമപ്പയ്യന്റെ പിറകെ പോയെന്ന് നാട്ടിൽ സംസാരമായപ്പോൾ സുലൈഖ അവിടുത്തെ പ്രധാന സ്ത്രീകളെ മുഴുവൻ വീട്ടിലേക്ക് വിരുന്നിന് വിളിച്ചു. അവർ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ സുലൈഖ യൂസുഫ് നബിയോട് അവരുടെ മുന്നിൽ വരാൻ പറഞ്ഞു. യൂസുഫ് നബിയെ കണ്ടതും അവർ അന്തം വിട്ടുപോയി. അത്രയും ഭംഗിയായിരുന്നു യൂസുഫ് നബിക്ക്. യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ മുഴുകിയിരുന്ന അവർ പഴം മുറിക്കാൻ വേണ്ടി വെച്ച കത്തിയെടുത്ത് അറിയാതെ സ്വന്തം കൈമുറിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, അല്ലാഹുവേ, ഇത് മനുഷ്യനല്ല, ഇത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു മലക്ക് തന്നെയാണ്. സുലൈഖ പറഞ്ഞു, ഇവനെയാണ് നിങ്ങൾ കുറ്റം പറഞ്ഞത്. ഞാൻ ഇവനെ എന്നിലേക്ക് വിളിച്ചു, പക്ഷേ ഇവൻ വഴങ്ങിയില്ല. ഇനി ഞാൻ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ ഇവൻ തടവറയിൽ കിടക്കും. തെറ്റായ കാര്യങ്ങൾക്ക് വഴങ്ങാത്തത് കൊണ്ട് യൂസുഫ് നബിയെ കുറച്ചു കാലത്തേക്ക് തടവറയിലിടാൻ അൽ അസീസ് തീരുമാനിച്ചു. കൊട്ടാരത്തിലെ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ യൂസുഫ് നബി അലൈഹിസ്സലാമിന് അതൊരു നല്ലൊരു അവസരമായിരുന്നു. തടവറയിൽ പോയിട്ടും യൂസുഫ് നബി അലൈഹിസ്സലാം നന്നായാണ് ജീവിച്ചത്. അവിടെ അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ച് സംസാരിച്ചു, തൗഹീദ് പറഞ്ഞുകൊടുത്തു. അവിടെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ 2 തടവുകാർ ഉണ്ടായിരുന്നു. അവർ യൂസുഫ് നബിയോട് അവർ കണ്ട സ്വപ്നം പറഞ്ഞു. അതിലൊരാൾ പറഞ്ഞു, ഞാൻ വീഞ്ഞടിക്കുന്നതായാണ് സ്വപ്നം കണ്ടത്. അതിൽ രണ്ടാമൻ പറഞ്ഞു, ഞാൻ അപ്പച്ചട്ടി തലയിൽ വെച്ച് പക്ഷികൾ കൊത്തിത്തിന്നതായി സ്വപ്നം കണ്ടു. യൂസുഫ് നബി അലൈഹിസ്സലാം അവരുടെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. ഒരാൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് രാജാവിന്റെ കൂടെ വീഞ്ഞടിക്കുന്ന ജോലിക്കാരനാവുമെന്നും മറ്റേയാൾ തൂക്കിലേറ്റപ്പെടുമെന്നും. എന്നിട്ട് രക്ഷപ്പെടുന്ന ആളോട് പറഞ്ഞു, നീ രാജാവിന്റെ അടുത്ത് ചെന്നാൽ എന്നെക്കുറിച്ച് പറയണം. പക്ഷെ ആ മനുഷ്യനെ ശൈത്താൻ അത് മറപ്പിച്ചു കളഞ്ഞു. യൂസുഫ് നബി കുറേ കാലം തടവറയിൽ കിടന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈജിപ്തിലെ രാജാവ് ഒരു സ്വപ്നം കണ്ടു. 7 തടിച്ച പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നുന്നതായിട്ടും 7 പച്ചക്കതിരുകളും 7 ഉണങ്ങിയ കതിരുകളും ഉണ്ടാവുന്നതായിട്ടും രാജാവ് സ്വപ്നം കണ്ടു. രാജാവ് തന്റെ മന്ത്രിമാരോടും പ്രശ്നം പറയുന്നവരോടൊക്കെ ചോദിച്ചു, ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? അവർ പറഞ്ഞു, ഇതൊക്കെ വെറും തോന്നലാണ് രാജാവേ, ഞങ്ങൾക്ക് ഇതിന്റെ ഒന്നും അർത്ഥം അറിയില്ല. അപ്പൊ തന്നെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന രാജാവിന്റെ ജോലിക്കാരൻ യൂസുഫ് നബിയുടെ സ്വപ്ന വ്യാഖ്യാനം പറയുന്നത് ഓർമ്മിച്ചു. അവർ ഓടിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു, രാജാവേ, എനിക്കറിയാം, ഇതിന്റെയൊക്കെ അർത്ഥം പറഞ്ഞു തരാൻ ഒരാളുണ്ട്. അവൻ ജയിലിലാണ്. രാജാവ് ഉടനെ യൂസുഫ് നബിയുടെ അടുത്തേക്ക് ആളെ അയച്ചു. യൂസുഫ് നബി സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു. രാജാവേ,
ഈ 7 തടിച്ച പശുക്കളും 7 പച്ചക്കതിരുകളും 7 വർഷത്തെ നല്ല വിളവിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. 7 മെലിഞ്ഞ പശുക്കളും 7 ഉണങ്ങിയ കതിരുകളും അതിനുശേഷം വരുന്ന 7 വർഷത്തെ കഠിനമായ ക്ഷാമത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ 7 വർഷം കിട്ടുന്ന വിളകൾ സൂക്ഷിച്ചു കുറച്ചേ ഉപയോഗിക്കാവൂ. എന്നാലേ വരാനിരിക്കുന്ന 7 വർഷത്തെ ക്ഷാമത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഈ വ്യാഖ്യാനം കേട്ട് രാജാവ് ഞെട്ടിപ്പോയി. എന്ത് നല്ല അറിവ്! രാജാവ് ഉടനെ പറഞ്ഞു, യൂസുഫിനെ എൻ്റെ അടുത്ത് കൊണ്ടുവാ, ഞാൻ അവനെ എൻ്റെ പ്രത്യേക ആളായിട്ട് വെക്കും. യൂസുഫ് നബി രാജാവിനോട് പറഞ്ഞു, എന്നെ പുറത്തിറക്കുന്നതിന് മുമ്പ് അന്ന് എന്നെപ്പറ്റി നാട്ടിൽ പരത്തിയ അപവാദം അതെന്തായിരുന്നു എന്നുള്ള സത്യം നിങ്ങൾ അറിയണം. അള്ളാഹു എല്ലാം കാണുന്നുണ്ടല്ലോ. അങ്ങനെ എല്ലാ സത്യങ്ങളും രാജാവിന്റെ മുന്നിൽ വെച്ച് സുലൈഖയും അവിടുത്തെ സ്ത്രീകളും സമ്മതിച്ചു. യൂസുഫ് നബി ഒരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം പുറത്തു വന്നപ്പോൾ യൂസുഫ് നബിക്ക് ഈജിപ്തിൽ വലിയ സ്ഥാനമായി. യൂസുഫ് നബി രാജാവിനോട് പറഞ്ഞു, രാജാവേ, എന്നെ ഈ രാജ്യത്തിന്റെ ഖജനാവിന്റെയും ധാന്യപ്പുരകളുടെയും ചുമതല ഏൽപ്പിക്കണം. എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. രാജാവ് അത് സമ്മതിച്ചു. യൂസുഫ് നബി അന്ന് മുതൽ ഈജിപ്തിലെ മന്ത്രിയായി. ഭരണം യൂസുഫ് നബിയുടെ കയ്യിലായി. യൂസുഫ് നബി പറഞ്ഞതുപോലെ 7 വർഷം നല്ല വിളവ് കിട്ടി. യൂസുഫ് നബി അതെല്ലാം സൂക്ഷിച്ചു വെച്ചു. പിന്നെ 7 വർഷം കടുത്ത ക്ഷാമം വന്നു. കാനാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലെ ആളുകളും പട്ടിണിയായി. കാനാനിൽ യാക്കൂബ് നബിയും മക്കളും ക്ഷാമത്തിൽ കഷ്ടപ്പെട്ടു. അങ്ങനെ യൂസുഫ് നബിയുടെ ജ്യേഷ്ഠന്മാർ ഈജിപ്തിൽ ധാന്യം വിൽക്കുന്നുണ്ടെന്നറിഞ്ഞ് ധാന്യം വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് പുറപ്പെട്ടു. അവർ ഈജിപ്തിലെത്തി. മന്ത്രിയായ യൂസുഫ് നബിയുടെ മുന്നിൽ ചെന്ന് നിന്നു. അവർ യൂസുഫ് നബിയെ കണ്ടിട്ടും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. കാരണം യൂസുഫ് നബി അന്നത്തെ ആ കൊച്ചു പയ്യനായിരുന്നല്ലോ. മന്ത്രിയുടെ വേഷത്തിലും വലിയ സ്ഥാനത്തിലുമാണ് അദ്ദേഹം ഇപ്പോൾ. എന്നാൽ യൂസുഫ് നബിക്ക് അവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ദാ എന്നെ കിണറ്റിലിട്ട ചങ്ങായിമാര് വന്നിരിക്കുന്നു. യൂസുഫ് നബി അവരെ കളിപ്പിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തു. ധാന്യം അളന്നു കൊടുത്തു. എന്നിട്ട് അടുത്ത തവണ വരുമ്പോൾ നിങ്ങളുടെ അനിയൻ ബിന്യാമിനെയും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അടുത്ത തവണ വന്നപ്പോൾ ബിന്യാമിനെയും അവർ കൊണ്ടുവന്നു. യൂസുഫ് നബി ബിന്യാമിനെ രഹസ്യമായി അടുത്ത് വിളിച്ചു പറഞ്ഞു, ഞാനാണ് നിന്റെ ജ്യേഷ്ഠൻ യൂസുഫ്, നീ പേടിക്കണ്ട. എന്നിട്ട് യൂസുഫ് നബി രാജാവിന്റെ പാനപാത്രം ബിന്യാമിന്റെ ചാക്കിൽ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് രാജാവിന്റെ പാനപാത്രം കാണാതായി എന്ന് പറഞ്ഞ് ബിന്യാമിനെ പിടികൂടി. ജ്യേഷ്ഠന്മാർ പറഞ്ഞു, ഈ ചെക്കൻ മോഷ്ടിച്ചെങ്കിൽ ഇവന്റെ ഒരു ജ്യേഷ്ഠൻ പണ്ട് മോഷ്ടിച്ചിട്ടുണ്ട്. മോഷ്ടിക്കൽ ഇവരെ കുടുംബത്തിലുള്ള കാര്യമാണ്. ഇത് കേട്ടതും യൂസുഫ് നബിക്ക് സങ്കടം വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയുന്നതിലും വലിയ കാര്യം എനിക്കറിയാം. അവസാനം ജ്യേഷ്ഠന്മാർ വിഷമത്തോടെ പറഞ്ഞു, ഈ ചെറുക്കനെ വിട്ടയക്ക്, ഇവന്റെ ഉപ്പാക്ക് ഇവൻ ജീവനാണ്. നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളിൽ ഒരാളെ പിടിച്ചു വെച്ചോ. യൂസുഫ് നബിക്ക് സങ്കടം നിയന്ത്രിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഒറ്റയടിക്ക് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് യൂസുഫിനോടും അവന്റെ അനിയനോടും ചെയ്ത അതിക്രമം ഓർമ്മയില്ലേ? ആ വാക്കുകൾ കേട്ടപ്പോൾ ജ്യേഷ്ഠന്മാർ ഞെട്ടിപ്പോയി. അല്ലാഹുവേ, ഇത് യൂസുഫാണോ? അവർ ചോദിച്ചു, നീ യൂസുഫാണോ? യൂസുഫ് നബി കണ്ണീരോടെ പറഞ്ഞു, അതെ, ഞാനാണ് യൂസുഫ്. ഇതെന്റെ അനിയനും. അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിച്ചു. ആര് ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നുവോ അവന്റെ പ്രതിഫലം അള്ളാഹു വെറുതെ കളയില്ല. ജ്യേഷ്ഠന്മാർ കരഞ്ഞുപോയി. ഞങ്ങളോട് ക്ഷമിക്കണം യൂസുഫെ, ഞങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ്. യൂസുഫ് നബിക്ക് അവരോട് ഒരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങൾക്കൊരു ശിക്ഷയുമില്ല. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അവൻ കരുണയുള്ളവനാണ്. എന്നിട്ട് യൂസുഫ് നബി അദ്ദേഹത്തിന്റെ കുപ്പായം അവരുടെ അടുത്ത് കൊടുത്തുവിട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ കുപ്പായം കൊണ്ടുപോയി എൻ്റെ ഉപ്പാന്റെ മുഖത്തിട്ടാൽ അദ്ദേഹത്തിന് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടും. കുപ്പായം കിട്ടിയതും യാക്കൂബ് നബിക്ക് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. അപ്പോൾ തന്നെ അദ്ദേഹം മക്കളോട് പറഞ്ഞു, നിങ്ങൾ വേഗം യൂസുഫിന്റെ അടുത്തേക്ക് പോവുക, ഞാനിതാ വരുന്നു. യാക്കൂബ് നബിയും യൂസുഫ് നബിയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടി. സ്വപ്നം കണ്ടതുപോലെ യൂസുഫ് നബിക്ക് വേണ്ടി സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും സുജൂദ് ചെയ്തു. ആ സൂര്യനും ചന്ദ്രനും യാക്കൂബ് നബിയും ഭാര്യയുമായിരുന്നു. 11 നക്ഷത്രങ്ങൾ ആ ജ്യേഷ്ഠന്മാരും. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇതാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥ. കിണറ്റിൽ കിടന്നിട്ടും തടവറയിൽ കിടന്നിട്ടും അള്ളാഹുവിനെ വിട്ടുപോകാത്ത ഒരാൾക്ക് അവസാനം ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു കൊടുത്ത വലിയ സമ്മാനം. ഈ കഥയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അസൂയ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആപത്താണ്. സ്വന്തം സഹോദരങ്ങളെ വരെ കിണറ്റിലിടാൻ മാത്രം അസൂയക്ക് കഴിയും. നമ്മൾ അത് സൂക്ഷിക്കണം. അടുത്തത് ക്ഷമയാണ്. യൂസുഫ് നബി എത്ര വലിയ കഷ്ടപ്പാടിലും ക്ഷമിച്ചു. അതുകൊണ്ട് അദ്ദേഹം വിജയിച്ചു. അടുത്തത് തഖ്വയാണ്.
അതായത് സൂക്ഷ്മത. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ പോലും യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ പേടിച്ച് അതിൽ നിന്നും മാറി നിന്നു. അതിന്റെ ഫലമായി അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ പേടിക്കണ്ട. അള്ളാഹു നമ്മെ കൈവിടില്ല. ക്ഷമയോടെ കാത്തിരുന്നാൽ മതി. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല ബുദ്ധിയും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ക്ഷമയും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.